പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് വിരൽഞ്ഞൊടിച്ചാൽ ഇവിടുത്തെ യുവജനത ജെൻസി എന്ന് വിളിക്കുന്ന യുവാക്കൾ നിമിഷ നേരം കൊണ്ട് നരേന്ദ്രമോദിക്ക് പിന്നാലെ അണിനിരക്കും. നിങ്ങൾക്ക് കാണണം. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കോക്രോച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന യുവജന സമരങ്ങൾക്ക് പിന്നാലെ യുവാക്കളുടെ ശക്തി പ്രയോജനപ്പെടുത്താനൊരുങ്ങുന്ന പ്രധാനമന്ത്രിയെ കൂവി വിളിക്കുകയാണ് മോദി വിരുദ്ധർ. അവരുടെ നേരെ യുവാക്കളുടെ മാതാപിതാക്കൾ വിരൽ ചൂണ്ടുകയാണ്. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് അധിക്ഷേപിച്ചിട്ടും നരേന്ദ്രമോദി മാപ്പ് നൽകിയ രുചികയുടെ അമ്മ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചതിന് കേസിലായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് അദ്ദേഹം മാപ്പ് നൽകിയത് അവൾക്ക് ലഭിച്ച ജീവദാനമാണ് എന്ന് പെൺകുട്ടിയുടെ അമ്മ. കഴിഞ്ഞ ദിവസം വീഡിയോ സന്ദേശത്തിലൂടെ പെൺകുട്ടി കൈകൂപ്പി പ്രധാനമന്ത്രിയോടും രാജ്യത്തോടും മാപ്പ് ചോദിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിനിടെയാണ് പെൺകുട്ടി പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശങ്ങളുടെ പേരിൽ കഴിഞ്ഞ ആഴ്ച നോയിഡ പോലീസ് ഒരു 0 FIR രജിസ്റ്റർ ചെയ്തിരുന്നു. രുചിക സിംഗ് 25 വയസ്സ് എന്നായിരുന്നു FIRൽ രേഖപ്പെടുത്തിയിരുന്ന പേരും പ്രായവും. എന്നാൽ FIRലെ വിവരങ്ങൾ തെറ്റാണെന്ന് പെൺകുട്ടിയുടെ അമ്മ വ്യക്തമാക്കി. പെൺകുട്ടിക്കെതിരെയുള്ള FIR ഒഴിവാക്കി തരണമെന്നും സമാധാനപരമായ ജീവിതം നയിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരണമെന്നും പെൺകുട്ടിയുടെ അമ്മ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇത്തരം മോശം വാക്കുകൾ ഉപയോഗിച്ച രാജ്യത്തിന്റെ ഒരു മകൾക്ക് മാപ്പ് നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി മോദി തന്റെ മഹത്വം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ കൈകൂപ്പി അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഇന്ന് അവളുടെ പുനർജന്മമാണ്. പ്രധാനമന്ത്രി അവൾക്ക് ജീവദാനം എന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നൽകിയിരിക്കുന്നത്. ഞങ്ങൾ ലജ്ജിക്കുന്നു എന്ന് എങ്ങനെ പറയും? ഞങ്ങളുടെ തെറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, തെറ്റായ പേരും പ്രായവും വെച്ച് അവൾക്കെതിരെ ഫയൽ ചെയ്ത FIR ദയവായി നീക്കം ചെയ്യണം. അങ്ങനെ അവൾക്ക് സമാധാനമായി ജീവിക്കാൻ സാധിക്കും. ഇപ്പോൾ അവൾ നിങ്ങളുടെ മേൽനോട്ടത്തിലാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കായി സോഷ്യൽ മീഡിയ നിരോധിക്കണമെന്നും അവർ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. കുട്ടികൾ എളുപ്പത്തിൽ ചൂഷണത്തിന് ഇരയായേക്കാം എന്ന ആശങ്കയാണ് ഇതിന് പിന്നിൽ അവർ പങ്കുവച്ചത്. എന്തായാലും ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയുടെ അമ്മ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശ്വസിച്ച് അദ്ദേഹത്തോട് ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് യുവതലമുറയുടെ മാതാപിതാക്കൾ ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തന്റെ മകൾക്ക് ഒരു തെറ്റുപറ്റിപ്പോയി എന്ന് തന്നെ ആ അമ്മ തുറന്നു പറയുകയാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പാറ്റാ സമരവും പാറ്റകളെയും ഒന്നും ഈ രാജ്യത്തെ യുവതലമുറയുടെ കുടുംബങ്ങൾ വിശ്വസിക്കുന്നില്ല. തന്നെയുമല്ല, അന്നത്തെ ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിരുന്നവർ ഏറെയും വിദ്യാർത്ഥികളല്ല എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. വളരെ ചുരുങ്ങിയ ശതമാനം മാത്രം വിദ്യാർത്ഥികളെ കവചമായി മുന്നിൽ നിർത്തിക്കൊണ്ട് പാറ്റകൾ നിരത്തിയ ഒരു സമരം അത് ഏത് കാലത്തും ഇനി നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സുരക്ഷയെ കരുതി അദ്ദേഹം അവരുടെ മുന്നിൽ ഈ പ്രക്ഷോഭത്തിന് മുന്നിൽ അവരുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചു എങ്കിലും അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം ഇനി എങ്ങോട്ടാണ് എങ്ങനെയാണ് ഓരോ കരിക്കളം നീക്കേണ്ടത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രാജ്യത്തെ യുവജനതയെ തന്നോടൊപ്പം നിർത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതിന് പലപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കുന്നവർ വീണ്ടും വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. തോറ്റു എന്ന് മനസ്സിലായപ്പോൾ ഈ ഒരു ശക്തിയെ കൂടെ നിർത്തണം എന്ന ചിന്തയാണ് ഇത്തരത്തിൽ രാജ്യത്തെ 1 കോടിയിലധികം വരുന്ന യുവാക്കളെ തനിക്കൊപ്പം അണിനിരത്തുന്ന പ്രചാരണത്തിന് നരേന്ദ്രമോദി തുടക്കം കുറിക്കുന്നത് എന്നാണ് മോദി വിരുദ്ധർ പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കാൻ രാജ്യത്തെ യുവജനങ്ങൾ ആവശ്യമാണ്. അവരെ മാനസികമായും ശാരീരികമായും ആരോഗ്യവാന്മാരാക്കണമെന്നും അതിനെ എല്ലാത്തരം ലഹരി വസ്തുക്കളിൽ നിന്നും യുവതലമുറ അകന്നു നിൽക്കണമെന്നും അറിയുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പോഴല്ല, ഇതിനു മുൻപും അദ്ദേഹം യുവാക്കളെ അണിനിർത്തിക്കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. യുവാക്കൾക്കായി രാജ്യത്ത് ഒരുപാട് പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട എങ്ങനെയാണ് യുവാക്കളെ കൺസിഡർ ചെയ്യേണ്ടത് എന്ന്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭം വേണ്ടാത്ത പ്രക്ഷോഭമായി എന്നും പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾക്കെതിരെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും എതിർത്ത് തന്നെയാണ് അവരുടെ പ്രതികരണങ്ങൾ പ്രകടമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി യുവാക്കൾ ജെൻസി പാറ്റകൾ എന്ന് പറഞ്ഞൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പഴയതുപോലെ അത് വിജയിക്കാൻ ഇടയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. രാജ്യത്തെ യുവതലമുറയുടെ കുടുംബങ്ങൾ, യുവതലമുറയുടെ മാതാപിതാക്കൾ ഇന്ന് പ്രധാനമന്ത്രിയോടൊപ്പമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.